ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 മെയ് 21 ചൊവ്വാഴ്ച ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്നത് ഒരു ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരു സംഭവമല്ല. അത് തുടർച്ചയായ ഒരു യാത്രയാണ്. ഒരുപാട് വീഴ്ചകളും ഉയർച്ചകളും കണ്ടുവന്ന് അവസാനം ആ ട്രേഡർ എത്തിപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത്. വെറുതെ ട്രേഡ് ചെയ്ത് പോകുന്ന ലാഭവും നഷ്ടവും മാത്രം ഉണ്ടാക്കുന്ന ഒരാൾ ഒരിക്കലും എത്തിപ്പെടാത്തൊരു മേഖല കൂടിയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ തന്നെ നിങ്ങളുടെ പണത്തിൽ നിന്നും നിങ്ങൾക്ക് വരുമാനമുണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായ പ്ലാനിങ്ങും എത്ര തന്നെ പരാജയപ്പെട്ടാലും അതിൽ നിന്നും പിന്മാറാതെ തുടർച്ചയായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സും നിങ്ങൾക്കുണ്ടായിരിക്കണം. കൃത്യമായ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എങ്ങനെ ഒരു നിശ്ചിത കാലയളവിന് ശേഷം വരുമാനം വന്നു ചേരണം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ പ്ലാനോടുകൂടി പ്രവർത്തിക്കാൻ സാധിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന ഒരു അവസ്ഥ എത്തിച്ചേരുകയുള്ളൂ. സോ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ലക്ഷ്യം. ഫിനാൻഷ്യൽ ഫ്രീഡം ആണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഇന്നു മുതൽ പരിശ്രമിച്ചിരിക്കണം. അവിടെ ട്രേഡിങ്ങിൽ വരുന്ന കുഞ്ഞു ലോസുകളിൽ നിങ്ങൾ നിരാശരാകരുത്. വലിയ വാഷ് ഔട്ട് വന്നാൽ പോലും അതിൽ നിന്നും പിന്മാറാതെ വീണ്ടും പണം കണ്ടെത്തി അതിൽ മുന്നോട്ട് പോകണം. വിജയത്തിലേക്ക് തന്നെ കുതിച്ചുകൊണ്ടിരിക്കണം. കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ലൂപ്പിൻ, ONGC, ട്രിഡന്റ്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, സെയിൽ, ഇന്ത്യ സിമെൻറ്റ്സ്, ഇത്രയും സ്റ്റോക്കുകൾ ഇൻട്രാഡേയിൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു സെലക്ഷൻ ആയിരിക്കും എന്ന് തോന്നുന്നു. ദെൻ ബിറ്റ് കോയിൻ, അതായത് ക്രിപ്റ്റോ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ ഒരു സർവ്വ ആൾക്കാർക്കും അറിയുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയായി മാറിയിട്ടുണ്ട്. കാരണം ഈ ഒരു വർഷം കൊണ്ട് അത് 82% ഒരു ഗ്രോത്താണ് കൊടുത്തത്. അതായത് ഒരു ഓൾ ടൈം ലോ അല്ലെങ്കിൽ ഒരു വർഷത്തെ 52 വീക്സ് ലോയിലേക്ക് പോയിട്ട് തിരിച്ച് 82% അത് കയറി വന്നിട്ടുണ്ട്. മികച്ച ഒരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചത്. ദെൻ എന്താ പറയുക, ഈ ആഴ്ചയിൽ 2 IPOs ഓപ്പണിംഗ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ഉണ്ട്, 8 എണ്ണം ലിസ്റ്റിങ്ങിലും വരാനുണ്ട്. സോ നല്ലൊരു ആഴ്ച തന്നെ ആയിരിക്കും ഈ വരാനുള്ളത് എന്ന് കരുതുന്നു. ഇന്ത്യയിൽ ഇത് പ്രധാനപ്പെട്ട, നിങ്ങൾ ഒത്തിരി പേര് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഗവൺമെൻറ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ന്യൂസാണ് ഈ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ടയർ പ്രൊഡക്ഷനിൽ ആവശ്യത്തിനുള്ള കപ്പാസിറ്റി, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനിൽ തന്നെ ആവശ്യത്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇനി ടയറുകൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഒരു പരിധിവരെ റിസ്ട്രിക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റബ്ബറിൻ്റെ കർഷകർ മുതൽ ടയറിൻ്റെ ഡീലേഴ്സ് വരെ ഒരു ഹാപ്പിയാകുന്ന ഒരു ന്യൂസ് തന്നെയാണ് ഈ ഒരു ഇതിൽ വന്നിരിക്കുന്നത്. ദെൻ ദീപക് നൈട്രേറ്റ് Q4 റിസൾട്ട് വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ 8.5% വർധനവാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ONGCയുടെ Q4 റിസൾട്ട് വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റിൽ 78% ഒരു ഹൈപ്പാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിലൊരു ഡിവിഡൻറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ONGC ഒക്കെ ഇന്ന് പറന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. സെയിലിൻ്റെ Q4 റിസൾട്ട് വന്നിട്ടുണ്ട്. പ്രോഫിറ്റിൽ 3% ഇടിവാണ് വന്നിരിക്കുന്നത്. പക്ഷേ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കമ്പനി തന്നെയാണ്. കാരണം ചൈനയിലെ സ്റ്റീൽ പ്രൊഡക്ഷനിൽ എന്തൊക്കെയോ റിസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അവരുടെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കുറേ നിയമങ്ങളുമായി കണക്ട് ചെയ്യുമ്പോൾ സ്റ്റീൽ പ്രൊഡക്ഷൻ കുറയ്ക്കേണ്ടി വരും എന്നുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ സെയിൽ, അതേപോലെ ടാറ്റ സ്റ്റീൽ, ഇത് നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആയിരിക്കും പിന്നീട് മുന്നോട്ട് കയറി വരുന്നത്. സോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. ദെൻ BEL Q4 റിസൾട്ട് വന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 30% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേൾപൂൾ ഇന്ത്യ Q4 റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 24% വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യ സിമെൻറ്റ്സിൻ്റെ Q4 നെറ്റ് ലോസ്, അവർക്ക് നല്ല ലോസ് ആയിരുന്നു കഴിഞ്ഞ വർഷം,
കഴിഞ്ഞ വർഷം 218 കോടി ഉണ്ടായത് ഈ വർഷത്തേക്ക് കുറഞ്ഞിട്ട് 29 കോടി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഗ്രോത്ത് തന്നെയാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ആ കമ്പനി കടത്തിലാണ് അല്ലെങ്കിൽ നഷ്ടത്തിലാണ് എന്നുള്ളത് ഒരു നെഗറ്റീവ് ന്യൂസും കൂടിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു പ്രധാന സംഭവങ്ങൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ ഇന്നലെ ഡോ ജോൺസ് 196 പോയിന്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. S&P 500 4 പോയിന്റ് ഗ്രീനിലാണ്. നെസ്ഡാക്ക് 108 പോയിന്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് മോഡിൽ തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റ് മാർക്കറ്റുകളിലേക്ക് വരികയാണെങ്കിൽ നിക്കി 103 പോയിന്റ് ഗ്രീനിലാണ്. ഹാങ്സങ് 168 പോയിന്റ് റെഡിലാണ്. ഷങ്കായ് കമ്പോസിറ്റ്, ഹാങ്സങ്ങും ഷങ്കായ് കമ്പോസിറ്റും ചൈനയുടെ ഇൻഡെക്സുകളാണ്. നിക്കി ജപ്പാൻ്റെതാണ്. സോ ഇത് രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ചൈനയുടെ മാർക്കറ്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. STI 6 പോയിന്റ് റെഡിലാണ്. കോസ്പി 10 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 22,602 ഇന്ന് ഓപ്പൺ ആയത് 8 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 22,610 ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയും. ഇതുവരെയുള്ള ഒരു ടൈം ഫ്രെയിമിൽ 22,611 ഡേ ഹൈയും 22,591 ഡേ ലോയും ആണ് വന്നിരിക്കുന്നത്. ഏകദേശം 20 പോയിന്റ് അപ്പ് ഡൗൺ മൂവ്മെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി 22,607, അതായത് 3 പോയിന്റ് ഓപ്പണായ സ്ഥലത്ത് നിന്ന് 3 പോയിന്റ് താഴെയാണ് ട്രേഡിംഗ് നടക്കുന്നത്. സോ ആ രീതിയിൽ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഇവിടെ കാണുന്നത്. സോ ഇന്ത്യൻ മാർക്കറ്റിലും അതേ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് കിട്ടുന്നു. അതായത് ഓപ്പണായിട്ട് ഒരു അധികം മുകളിലോട്ട് പോവാതെ തന്നെ തിരിച്ച് താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇന്നത്തെ ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ UK ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് GOV ബെയ്ലി സ്പീച്ച്, കാനഡ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, UK CBI ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സ് ആൻഡ് ഓർഡേഴ്സ്, യൂറോ ഏരിയ CBI ഇൻഡസ്ട്രിയൽ ട്രെൻഡ്സ് ഓർഡേഴ്സ്, യൂറോ ഏരിയ ബാലൻസ് ഓഫ് ട്രേഡ്, USA ഫെഡ് ചെയർ യെലൻ സ്പീച്ച്, China FDI year to date year on year, Germany PPI year on year, Australia RBI meeting minutes. ഇത്രയും ഇവന്റുകളാണ് ഇന്ന് വരാനുള്ളത്. ഇനി റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ്, എയ്തർ ഇൻഡസ്ട്രീസ്, ഗോൾക്കൊണ്ട ഡയമണ്ട്സ്, ആസാദ് എഞ്ചിനീയറിംഗ്, NMDC, അരവിന്ദ് ഫാഷൻസ്, ധനൂബ് ഇൻഡസ്ട്രീസ്, ഡോളർ ഇൻഡസ്ട്രീസ്, ഗോദാവരി പവർ, DP അബുഷാൻ, ഗാലക്സി സർഫക്റ്റൻസ്, ഭാഗ്യനഗർ ഇന്ത്യ, വെൽസ്പൺ എന്റർപ്രൈസസ്, ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻസ് ഇന്ത്യ, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്, IRCON ഇന്റർനാഷണൽ, ഹിന്ദുസ്ഥാൻ ഫുഡ്സ്, മഹാരാഷ്ട്ര സീംലെസ്, ലക്ഷ്മി ഓർഗാനിക്സ്, ധൻ ജീവൻ, JK ടയർ ഇൻഡസ്ട്രീസ്, എറിസ് ലൈഫ് സയൻസ്, ഹിറ്റാച്ചി എനർജി. ഇത് ഏകദേശം 125 കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത്. അതിൽ നിന്നും ഏകദേശം 20ഓളം കമ്പനികൾ അല്ലെങ്കിൽ ഒരു 30ഓളം കമ്പനികളാണ് മാക്സിമം ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളത്. ബാക്കി വലിയൊരു ലിസ്റ്റാണ്, അത് മുഴുവൻ വായിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് FNO ബാനിൽ വന്നിരിക്കുന്നത് ABC ക്യാപിറ്റൽ, ബാലറാം ചിനി, ബന്ധൻ ബാങ്ക്, ബയോകോൺ, ബിസോഫ്റ്റ്, GMR ഇൻഫ്ര, ഗ്രാനൂൾസ്, ഹിന്ദ് കോപ്പർ, ഇന്ത്യ സിമെന്റ്, ഐഡിയ, PEL, സെയിൽ, സീൽ. ഏകദേശം 13ഓളം കമ്പനികൾ ഇന്ന് FNO ബാനിൽ വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ, അതായത് കഴിഞ്ഞ ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് ഡേ ഉണ്ടായിരുന്നല്ലോ ശനിയാഴ്ച. അപ്പോൾ അന്നേ ദിവസം ഉണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 50 കോടിയുടെ ബൈങ്ങും 143 കോടിയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. അതുവഴി 92 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 149 കോടിയുടെ ബൈങ്ങും 301 കോടി രൂപയുടെ സെല്ലിംഗും നടത്തിയപ്പോൾ 152 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ 245 കോടി രൂപയുടെ ലാഭമെടുപ്പ് നടന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ശനിയാഴ്ച ഇരു കൂട്ടരും, ഡൊമസ്റ്റിക് ആയാലും ഫോറിൻ ആയാലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ് സെല്ലേഴ്സ് തന്നെയായിരുന്നു. അപ്പോൾ ഈ മാസത്തിൽ 35,625 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്തത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 33,820 കോടിയുടെ ബൈങ് ആണ് ചെയ്തത്. അങ്ങനെ 1,805 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മെയ് മാസത്തിൽ ഇതുവരെയും നടന്നിരിക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 22,513 ഓപ്പണായിട്ട് 10 പോയിന്റ് ലാഭത്തോടു കൂടി 10 പോയിന്റ് നഷ്ടത്തിൽ 22,502 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പം കുഴപ്പമൊന്നുമില്ല, മാർക്കറ്റ് ബുള്ളിഷ് തന്നെയാണ്. ദെൻ നിഫ്റ്റിയുടെ 5 ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 474 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കിയതായിട്ടാണ് കാണുന്നത്. ദെൻ മെയ് മാസത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ
66 പോയിന്റിന്റെ നഷ്ടമാണ് ഇതുവരെയും നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്നലെ എന്താ പറയുക, നോർമൽ CPR ആയിരുന്നു. പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല. വളരെ ചെറിയ ടൈം പീരീഡിലാണ് ശനിയാഴ്ച ട്രേഡ് നടന്നിട്ടുള്ളത്. ഇന്ന് നിഫ്റ്റിയിൽ നാരോ CPR ആണ് നോക്കാം. അപ്പോൾ ഇന്നലെ വിർജിൻ CPR ആണ്, ഇന്ന് നാരോ CPR ആണ്. നോർമലി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹെവി മൂവ്മെന്റ് മാർക്കറ്റിൽ കിട്ടേണ്ടതാണ്. പക്ഷേ ശനിയാഴ്ച ഒരു വലിയ ട്രേഡിംഗ് ഡേ ആയിരുന്നില്ല, സമയം ഉണ്ടായിരുന്നില്ല ആവശ്യത്തിന്. അതുകൊണ്ട് തന്നെ ആ മൂവ്മെന്റ് നമുക്ക് കൃത്യമായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് 20.5-ലാണ്. പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടേത് പുട്ട് കോൾ റേഷ്യോ 1.25 ആണ്. ഇത് ബുള്ളിഷാണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് 23,000-ലാണ്. 88 ലക്ഷം കോൾ റേറ്റിംഗ് വന്നിട്ടുണ്ട്. ഇനി 22,000-ലാണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത്. 77 ലക്ഷമാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ശനിയാഴ്ച എന്താ പറയുക 2 പോയിന്റ് ലാഭത്തിലാണ് ക്ലോസ് ചെയ്തത്. ഫിൻ നിഫ്റ്റി 9 പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 84 പോയിന്റ് ലാഭത്തിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 5 പോയിന്റ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇത്രയൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിന്റെ വിശേഷങ്ങൾ. ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇതൊരു മന്ത്ലി റാസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ഒരു ഹയർ സൈഡിലേക്ക് കയറി വരിക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് 21,536 എന്ന ഈ മന്ത്ലി ടോപ്പ് CPR ക്രോസ് ചെയ്ത് മാർക്കറ്റിൽ ഒരു ഓപ്പണിംഗ് ഇന്ന് കിട്ടണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മാത്രമല്ല 21,500 എന്നുള്ള ഒരു ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റുള്ള ലെവലിൻ്റെ മുകളിലാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. 21,536 മുകളിൽ നിന്ന് ഓപ്പൺ ആയിട്ട് അവിടുന്ന് ഫർദർ അപ്പ് മൂവ്മെന്റ് വരികയാണെങ്കിൽ 21,816 ഇനി നമുക്ക് പ്രതീക്ഷിക്കേണ്ട നെക്സ്റ്റ് ടാർഗറ്റ്. ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ മിനിഞ്ഞാന്ന് നടന്ന ഒരു ട്രേഡിംഗ് കഴിഞ്ഞല്ലോ, ശനിയാഴ്ചത്തത് കാര്യമായിട്ടൊന്നുമില്ല, വളരെ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് ട്രേഡ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPR നാരോ ആയിട്ടാണ് ഇന്ന് കാണിക്കുക. അതിൽ എനിക്കതിനത്ര ഒരു വിശ്വാസമില്ല ഇന്നത്തെ ഒരു ടെക്നിക്കൽ ലെവൽസിൽ. കാരണം ഒരു ഫുൾ ട്രേഡിംഗ് ഡേ നടക്കാതെ ചെറിയ ടൈമിൽ ട്രേഡിംഗ് നടന്നതുകൊണ്ടാണ് ഈ ഡാറ്റേഴ്സൊക്കെ ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് കാണിക്കുന്നത്. സോ അത് നമുക്ക് വിട്ടുകളഞ്ഞേക്കാം. എന്തായാലും ഇവിടെ ഇന്നത്തെ റാസ് ലെവൽസ് വരുന്നത് നോ ട്രേഡ് സോണും വരുന്നത് 21,508-ന്റെയും 21,495-ന്റെയും ഇടയിലാണ് നോ ട്രേഡ് സോൺ വരുന്ന റാസ് ലെവൽസിൽ. സോ നിങ്ങൾക്ക് ഇന്നലത്തെ ഹൈ തന്നെ ഒരു എൻട്രി പോയിന്റ് ആയിട്ട് കണക്ക് കൂട്ടിയിട്ട് ഇത് ഇത്രയും ഭാഗം നോ ട്രേഡ് സോൺ ആയിട്ട് കണക്ക് കൂട്ടിയിട്ട് മാറി നിൽക്കുക. ഇതിൻ്റെ ഇടയിൽ എൻട്രി എടുക്കാതെ മാറി നിൽക്കുക. 523 യെസ്റ്റർഡേ ഹൈ കാണുന്നത് 21,523. സോ വൺസ് അത് കട്ട് ചെയ്ത് മുകളിലോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്കൊരു ലോങ് പൊസിഷൻ അല്ലെങ്കിൽ കോൾ സൈഡിലേക്ക് ഒരു എൻട്രി എടുക്കാൻ സാധിക്കുക. ദെൻ ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഓവറോൾ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ ഹെവി ആയിട്ടുള്ള ഒരു റേഞ്ചാണ് ഇതിനകത്ത് നമുക്ക് കാണിച്ചു തരുന്നത്. 21,700 വരെയും മാർക്കറ്റ് കയറി പോയേക്കാം. 520 മുതൽ 720 ഏകദേശം 200 പോയിന്റിന്റെ ഒരു അപ്പ് മൂവ്മെന്റ് കിട്ടിയേക്കാം. ഇനി ഒരു ഫോൾ ആണ് വരുന്നതെങ്കിൽ 281 വരെ, അതായത് 21,495 നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 21,280 200 പോയിന്റ് താഴോട്ടോ ഉള്ള ഒരു മൂവ്മെന്റ് കിട്ടും എന്നാണ്. പക്ഷേ ഈ ഒരു ഡാറ്റ, ഇതിന്റെ ഈ ഒരു പ്രിഡിക്ഷൻ കൃത്യമാവാൻ സാധ്യത വളരെ കുറവാണ്. സോ ലൈവ് മാർക്കറ്റിൽ നോക്കാം. എന്തായാലും 21,500 മുകളിലാണ് മാർക്കറ്റുള്ളത്. അത് കട്ട് ചെയ്ത് താഴോട്ട് പോകാതെ ഫർദർ അപ്പ് മൂവ്മെന്റ് തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 21,723 വരെയും ഇന്നത്തെ ഡേ ഹൈ കയറിപ്പോയേക്കാം. ഇതിനകത്ത് മറ്റ് പ്രത്യേകതകൾ എന്തെങ്കിലും പറയണമെങ്കിൽ ഇന്നത്തെ പോലെയുള്ള ഒരു ഫുൾ ട്രേഡിംഗ് ഡേ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. അപ്പോൾ ഈ പ്രഭാതത്തിൽ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് വൈകുന്നേരം കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.